മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു മോഡൽ എക്സാം? എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയില്ലേ? എളുപ്പമായിരുന്നല്ലേ? വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമുക്ക് ഈ വർഷത്തെ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നത്. സോ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മോഡൽ എക്സാമിന്റെ ആൻസർ ഡിസ്കഷൻ ആയിട്ടാണ്. എല്ലാ ആൻസേഴ്സും അല്ല ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1 മാർക്കിന്റെ സെക്ഷൻ എയില് 1 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് കടന്നാലോ? ആൻഡ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഇതേ മെത്തേഡ് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പല മെത്തേഡ്സിൽ ആൻസറിലോട്ട് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ നിങ്ങളുടെ ആൻസർ ശരിയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, മാർക്കെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? അധികം ഞാൻ ഈ കഥകൾ പറഞ്ഞു പോകുന്നില്ല. യെസ്, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 എക്സെട്ര ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. ഇതില് ഏതാണ് ഈ ഒരു ശ്രേണിയിലെ പദമായിട്ട് വരുന്നത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിലും ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആയിട്ട് വരുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പല മെത്തേഡ്സ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ മെത്തേഡ് റിമൈൻഡർ മെത്തേഡാണ്. അതായത് ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്മുടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം ആയിട്ട് വരുന്നോ, മിച്ചം വരുന്നത് തുല്യമാണോ, എല്ലാവരുടെയും സെയിം ആണോ ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അതായത് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 എക്സെട്ര തന്നിട്ടുണ്ട്. ഇവരുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 - 5, അതായത് 3 ആണ്. ഓക്കെ, ഇനി ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഞാൻ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 3 റിമൈൻഡർ 2 വരും. ഓക്കെ അല്ല, അതായത് മിച്ചം വരുന്നത് 2 ആണ്. ഇനി അടുത്ത ആള് 8നെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 2 3 6 റിമൈൻഡർ എത്ര തന്നെ വന്നു? 2 തന്നെ വന്നു. അതായത് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചു കഴിഞ്ഞാൽ മിച്ചം വരേണ്ടത് എത്രയാണ്? 2. അതായത് റിമൈൻഡർ 2 വരണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പർ ഇതിലെ ടേം ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഈ 4 പേരിൽ ആരെയാണ് 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 റിമൈൻഡർ വരുന്നത് നോക്കാം. ആദ്യത്തേത് 25നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 25, 8, 24 ഇല്ല, റിമൈൻഡർ 1 വരും. അപ്പോൾ നമുക്ക് പറ്റത്തില്ല, റിമൈൻഡർ 2 വരണേ. ഓക്കെ, അടുത്തത് 30നെ ചെയ്ത് നോക്കാം. 30നെ നേരെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, 0 ആയി പോകും. 3 × 10 ആണ് 30. ഇനി അടുത്ത 35 നോക്കിയേക്കാം. 35 വന്നു. 1 3 3 5 1 3 3, അതായത് എത്ര വന്നു? റിമൈൻഡർ 2 വന്നു. ക്ലിയർ അല്ലേ? അതായത് 35നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട്? കോമൺ ഡിഫറൻസ് കൊണ്ട്, പൊതുവ്യത്യാസം കൊണ്ട്. മൂന്നാമത്തെ ഓപ്ഷനായ 35നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കറക്റ്റ് ആയി തന്നെ ആരെ വന്നു? 2 എന്ന് വന്നു. ഓക്കെ, ഇപ്പൊ 2ന് പകരം വേറെ അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ ആകുമ്പോൾ മാറി വരാട്ടോ. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതേ നമ്പർ തന്നെ എവിടെയും വരണം. ഇവരിൽ വരുന്നത് ആരാന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടി തോന്നി. 40ന് ചെയ്ത് നോക്കേണ്ട ആവശ്യം, ചെയ്ത് നോക്കിയോളൂ, കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് 1 മാർക്കിന്റെ നല്ലൊരു ചോദ്യമായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ എന്ന് പറയുന്നതിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2, 3. ഈ ഒരു ലൈൻ എക്സ് ആക്സിസിന് സമാന്തരമാണ്, പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരുന്നുണ്ട് വാട്ട് ആർ ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് വിച്ച് ലൈൻ കട്ട്സ് വൈ ആക്സിസ്. അതായത് വൈ അക്ഷത്തെ മുറിക്കുമ്പോഴുള്ള കോർഡിനേറ്റ് കണ്ടുപിടിക്കണം അല്ലെ? അതായത് നമുക്ക് നോക്കാം. എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ അവിടെ ആര് സെയിം ആയിരിക്കും? വൈ സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വൈനെ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. എക്സ് 0 ആൻഡ് വൈ ഇവിടെ സെയിം തന്നെ വരും. അതായത് 0 എത്രയാണ്? 3. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. സെറ്റ് അല്ലേ? അപ്പോൾ അതും കഴിഞ്ഞു. 1 മാർക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾജിബ്രക് ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 7, 11, 15 എക്സെട്ര. ഇവന്റെ ഓൾജിബ്രക് ഫോം ചോദിച്ചിരിക്കുന്നു, ബീജഗണിത രൂപം ചോദിച്ചിരിക്കുന്നു. സിമ്പിൾ ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് എന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇക്വേഷൻ? dn + f - d. ഇവിടെ ഫസ്റ്റ് ടൈം എഫ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടൈം എത്രയാണ്? 7 ആണ്. ആൻഡ് ഇവന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 - 7 4 ആണ്. എഫും അറിയാം, ഡിയും അറിയാം. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. dn, അതായത് ഡി എന്ന് പറഞ്ഞാൽ 4n. 4 അല്ലേടാ? ഓക്കെ, 4n + 7 - 4. That is 4n + 3 is the answer. ഇവിടെ 4n + 3. ഓപ്ഷൻ ഡി is the correct answer. 1 മാർക്ക് പെട്ടെന്ന് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേക്കാം. അടുത്ത ചോദ്യം നമ്മൾ തെറ്റിക്കാനായിട്ട് കുറച്ചധികം ആൾക്കാരൊക്കെ ഓപ്ഷൻസിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു
വാട്ട് ആർ ദി പോയിന്റ്സ് എക്സ് കോർഡിനേറ്റ് പോയിന്റ് വിച്ച് ഗ്രാഫ്? ഓക്കെ, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിനെ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൈ അവിടെ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ ഇടാം എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 14 ഈക്വൽ ടു 0 ആയിട്ട് എഴുതാം. ഓക്കെ, ഇവനെ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് അവനെ സോൾവ് ചെയ്യുന്നത്? ഇതാ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, അതായത് -9 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു രണ്ട് നമ്പേഴ്സ് എയും ബിയും തമ്മിൽ കൂട്ടുമ്പോൾ -9ഉം അതേ എ ബി ഇൻറ്റു ചെയ്യുമ്പോൾ 14ഉം വരണം. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ പോളിനോമിയൽസിൽ. അപ്പോൾ നോക്കാം, കൂട്ടുമ്പോൾ 9ഉം ഗുണിക്കുമ്പോൾ എന്താണ് 14. നമുക്ക് 2 × 7 എടുത്ത് നോക്കാം. 2 × 7 14 കിട്ടും അല്ലേ. പക്ഷേ 2ഉം 7ഉം കൂട്ടിയാൽ -9 കിട്ടില്ല, +9 കിട്ടുള്ളൂ. ഇത് മൈനസ് ആവണമെങ്കിൽ -2ഉം -7ഉം കൂട്ടിയാൽ പോരെ, -9 കിട്ടത്തില്ലേ? നമുക്ക് ഇൻറ്റൂം ചെയ്ത് നോക്കാം. -2 × -7, യെസ്, മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവായിട്ട് വരും. കറക്റ്റായിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 14ഉം കൂട്ടുമ്പോൾ -9ഉം കിട്ടുന്നു. ഏതൊക്കെയാണവർ? ദാ എക്സ് മൈനസ് അല്ലേ, എക്സ് -2 ആൻഡ് എക്സ് -7. ക്ലിയർ ആണല്ലോ. ഓക്കെ, പക്ഷേ നമുക്ക് ഓപ്ഷനിൽ ഇങ്ങനെ ഒന്നല്ല തന്നിരിക്കുന്നത്. ഇവിടെ നിന്നും എക്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാം x-2 = 0, ഇവിടെ x-7 = 0. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ അല്ലേ? ഇനി എക്സ് കണ്ടുപിടിക്കാൻ -2 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +2 ആയി, ഇവിടെ -7 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +7 ആയി. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് 2, 7 എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റ്. അതായത് കോർഡിനേറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ എത്രയാണ്? 2 എക്സിനെ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ y 0 ആയിരിക്കും. ആൻഡ് ദ 7, 0 2 പോയിന്റിൽ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ വലിയ പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദി സ്കോർ ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ എക്സാം ഗിവൺ ബിലോ. ഓക്കെ, 8 കുട്ടികളുടെ സ്കോർ തന്നിട്ടുണ്ട്. എന്ന് കണ്ടുപിടിക്കാം? മീഡിയൻ കണ്ടുപിടിക്കാം. മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തന്നിരിക്കുന്ന ഡാറ്റയെ ചെറുത് മുതൽ വലുത് വരെ അല്ലെങ്കിൽ വലുത് മുതൽ ചെറുത് വരെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലോട്ട് മാറ്റി എഴുതാന്നുള്ളത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം, തെറ്റിപ്പോരുത് കേട്ടോ. അത് മറന്നു പോരുത് ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ആരാണ്? 50. അതിനേക്കാൾ വലുത് 52. ഓക്കെ, അതിനേക്കാൾ വലുത് 55. അതിനേക്കാൾ വലുത് 56. അതിനേക്കാൾ വലുത് 64, 66, 70, 80. ഞാൻ അവിടെ തന്നെ ഒന്ന് എഴുതിയതാണ് കേട്ടോ. ഓക്കെ, മീഡിയം എന്ന് പറഞ്ഞാൽ നടുക്ക് കിടക്കുന്ന ആൾ, അത്രേ ഉള്ളൂ. ഒരു മാർക്കിൻ്റെ ചോദ്യം ഓപ്ഷൻ എടുത്ത് എഴുതിയാൽ മാർക്ക് കിട്ടും. അതായത് ഇവിടെ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. അപ്പോൾ 4ഉം 5ഉം ഇവരാണ് നമ്മുടെ നടുക്ക് വരുന്നത്, മിഡിൽ ടൈം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവരിൽ നിന്നും മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അവരെ തമ്മിൽ കൂട്ടുക. 56 + 64 ÷ 2. അതായത് 60 ഇവരുടെ നടുക്ക് വരുന്ന ആൾ അല്ലേ. അത് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട പോലും ആവശ്യമില്ല അല്ലേ. 56നും 64നും ഇടയിൽ ആരാണ്? എത്രയാ? 60. സെറ്റല്ലേ? അപ്പോൾ ഏതാണോ 60? ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ, 60. പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ SSLCക്കും പ്രതീക്ഷിക്കാം കേട്ടോ. ഇതെല്ലാം 1 മാർക്കിന് ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും SSLCക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം. യെസ്, നല്ലൊരു ചോദ്യമാണ്. നമ്മളെ തെറ്റാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. പക്ഷേ തെറ്റിപ്പോയിട്ടില്ല എന്ന് കരുതുന്നു. എല്ലാവർക്കും മാർക്കൊക്കെ കിട്ടിക്കാണുമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കാം. ഇവിടെ പറയുന്നത് ഒരു സോളിഡ് സ്പിയർ ഉണ്ട്, ഒരു സ്പിയർ ഉണ്ട്. ഓക്കെ, സ്പിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ TSA ഓഫ് സ്പിയർ, ഒരു ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത്, അതായത് ഉപരിതല പരപ്പളവായാലും കർവ്ഡ് സർഫസ് ഏരിയ രണ്ട് സെയിം ആണോ സ്പിയറിൻ്റെ, 120 cm² ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്പിയറിനെ രണ്ടായിട്ട് മുറിച്ചു ഹെമിസ്ഫിയർ ആക്കി. ഒരു ഹെമിസ്ഫിയറിൻ്റെ ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. സ്പിയറിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ 4πr². ഈ 4πr² ആണ് 120 തന്നിരിക്കുന്നത്. 720 പോലെയായി. ഓക്കെ, 120 തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് πr² കണ്ടുപിടിക്കാൻ ×4 = അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? /4 ആകും. ദാറ്റ് ഈസ് πr² എത്ര വന്നു? 30 വന്നു. ഓക്കെ, ഇനി ഹെമിസ്ഫിയർ ആയിട്ട് ഇവനെ മുറിച്ചല്ലേ, ഒരു ഗോളം ഉണ്ടായിരുന്നത് അർദ്ധഗോളമാക്കി, അവനെ മുറിച്ച് 2 അർദ്ധഗോളങ്ങളാക്കി. അപ്പോൾ എന്താണ് TSA ഓഫ് ഹെമിസ്ഫിയർ? ഇക്വേഷൻ എന്താണ്? 3πr² എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 × ഈ πr² നമ്മൾ ഇതാ കണ്ടുപിടിച്ചു 30. 3 × 30 90 cm² എന്ന ആൻസർ കിട്ടി. 1 മാർക്ക്. എവിടെ? 90. നിങ്ങൾ പകുതിയാക്കി മുറിച്ചു എന്ന് പറയുമ്പോൾ തന്നെ 120ൻ്റെ പകുതി എടുത്ത് എഴുതി ആൻസർ തെറ്റിക്കരുത് കേട്ടോ. ഇതേ രീതിയിൽ ചെയ്ത് വേണം 1 മാർക്ക് മേടിക്കാനായിട്ട്. സെറ്റല്ലേ? ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. നെക്സ്റ്റ് വൺ, 7ാമത്തെ ചോദ്യം.
ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഓക്കെ, ഇവിടെ സ്ക്വയർ ആണ് കേട്ടോടാ, സ്ക്വയർ. ഓക്കെ, ഇവിടെ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, സമവാക്യം തന്നിട്ടുണ്ട്. എന്താണ്? x-1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y-3 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ആണ്. ഓക്കെ, ഇത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിളും സെൻറ്റർ ഓഫ് ദി സർക്കിളും. ഓക്കെ, റേഡിയസും സെൻറ്ററാണ് ഈ ഓപ്ഷൻസിലെല്ലാം തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യമേ അവനൊന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ജനറൽ ഇക്വേഷനിലേക്ക് മാറ്റാം. x-a ദി ഹോൾ സ്ക്വയർ പ്ലസ് y-b ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. ഇതല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? r സ്ക്വയറിന് പകരം അവിടെ എന്താ കിടക്കുന്നത്? 9. ദാറ്റ് ഈസ് r സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. ഇതിൽ നിന്ന് r കണ്ടുപിടിക്കാൻ r അവിടെ തന്നെ നിർത്തിയിട്ട് സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ √9 ആകും. ദാറ്റ് ഈസ് r ഈസ് ഈക്വൽ ടു 3 യൂണിറ്റ്സ്. കഴിഞ്ഞു. ഓക്കെ, ഇനി ഏരിയ അല്ല, എന്താണ്? സെൻറ്റർ. ഓക്കെ, അതായത് വൃത്തകേന്ദ്രം. ഓക്കെ, വൃത്തകേന്ദ്രം. സെൻറ്റർ എന്ന് പറയുന്നത് എയും ബിയും ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ, എയും ബിയും. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 1. ബിയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 3. സിമ്പിൾ. ഓക്കെ, തെറ്റിക്കരുത്. -3 -1 അല്ല, നമ്മുടെ ഇക്വേഷനിലുള്ള മൈനസ് ആണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ, ഇക്വേഷനിലുള്ള മൈനസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ സെൻറ്ററും കിട്ടി, റേഡിയസും കിട്ടി. ഇനി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരി നോക്കാം. റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് 9. അതെ, റേഡിയസ് ഓഫ് ദി സർക്കിൾ നോ, അതായത് റേഡിയസ് 9 അല്ല, 3 ആണ് കിട്ടിയത്. അതല്ല, സെൻറ്റർ എന്ന് പറയുന്നത് 1, 3 ആണ്. അതേ, സെൻറ്റർ എന്ന് പറയുന്നത് 1, 3 നമ്മളിപ്പോൾ ചെയ്തപ്പോൾ കിട്ടിയായിരുന്നു. ഓക്കെ, ഇത് ശരിയാണ്. മൂന്നാമത്തെ കാര്യം പറയുന്നത് ശരിയാണ്, സർക്കിളിൻ്റെ റേഡിയസ് 3 ആണ്. ഇതാ കണ്ടുപിടിച്ചിട്ടുണ്ട്. സെൻറ്റർ എന്ന് പറയുന്നത് -1 -3. കണ്ടോ, തെറ്റിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന കൺഫ്യൂഷൻ വരരുത് കേട്ടോ, അത് തെറ്റാണ്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഉത്തരം വരുന്നത്? 2ഉം 3ഉമാണ് ശരി. സിമ്പിൾ, വലിയ പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം കഴിഞ്ഞു. ഇതാ സെക്ഷൻ എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ദി സർക്കം റേഡിയസ് ഈസ് ട്വൈസ് ഇറ്റ്സ് ഇൻ സർക്കിൾ റേഡിയസ്. അതായത് ഇൻ റേഡിയസ്, അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിനുള്ളിലൊരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിനുള്ളിൽ ഈ ട്രയാങ്കിളിന് പുറത്തൊരു സർക്കിൾ ഉണ്ട്. സർക്കം സർക്കിളും ഇൻ സർക്കിളും വന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സർക്കം റേഡിയസ് ഈസ് ഇൻസർക്കിളിൻ്റെ ട്വൈസ് ആണ്. അതായത് ഇൻസർക്കിളിൻ്റെ റേഡിയസ് ചെറിയ ആറായിട്ട് എടുത്തു. ഇവൻ്റെ റേഡിയസ്, അതായത് വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഇത്. സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഇത്. ചെറിയ സർക്കിളിൻ്റെ ആരമാണിത്. ഓക്കെ, അപ്പോൾ ഇവനെന്ന് പറയുന്നത്, ഞാൻ ഈ ഡാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആർന്ന് കൊടുക്കാം, ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. ഇവനെന്ന് പറയുന്നത് ഈ ചെറിയ ആറിൻ്റെ ട്വൈസ് ആണോ ഇരട്ടിയാണെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കാം, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇത് ടോട്ടൽ 60 ആണ്. 60നെ പകുതിയാക്കുന്നു, 30. അപ്പോൾ ഒരു ആംഗിൾ 30 ഡിഗ്രി വന്നു. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രി കിട്ടി. ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. കാരണം റേഡിയസും ഇതൊരു ടാൻജൻ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ സ്വാഭാവികമായിട്ടും 60 ഡിഗ്രി ആയിരിക്കും. റേഷ്യോ കൊടുക്കാം 30:60:90, 1:√3:2. നമുക്ക് നോക്കിയേക്കാം. 30ന് ഓപ്പോസിറ്റ് 6 ആണ്, അതായത് 1ന് പകരം 6 ആണ്. അപ്പോൾ ഇവൻ എത്രയായിരിക്കും? √3 6, ഇവിടെ 2 6 അല്ലേ, 2 × 6, 1 × 6 ചെയ്തപ്പോഴാണ് 6 വന്നത്. നമുക്ക് 90ന് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു വലിയ വശം. അവനെയാണ് നമുക്ക് ചെറിയ ആറിൻ്റെ ഡബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതേ 90ന് ഓപ്പോസിറ്റ് 2r എന്ന് കിട്ടി. 2r പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ? ഈ റേഡിയസിൻ്റെ ട്വൈസ് ഇരട്ടിയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ഇനി നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് in a triangle with angle 30, 60, 90, hypotenuse is twice the opposite side of 30. അതെ, ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 30ന് ഓപ്പോസിറ്റ് ഉള്ള എന്ത് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് എന്നാ നോക്കിയേ, ഇരട്ടിയാണെന്ന്. ഇവൻ്റെ ഇരട്ടിയാണ് ഇവൻ. അത് തന്നെയല്ലേ നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. അതുകൊണ്ടാണ് ഇവൻ്റെയും റേഡിയസുകൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലായത്. എന്താണ്? ഇൻ സർക്കിളിൻ്റെ റേഡിയസ് ട്വൈസ് ആണ് ഇത് വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് വന്നിരിക്കുക, സർക്കം സർക്കിളിൻ്റെ ആരമായിട്ട് വന്നിരിക്കുന്നത്. സെറ്റല്ലേ? സോ നമുക്ക് എന്താണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അതായത് 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തേന്ന് പറയുന്നു, ഒന്നാമത്തതിൻ്റെ റീസൺ ആണെന്ന് വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്ഷൻ എയിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ എന്താ ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സെക്ഷൻ എയിലെ 8 ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് ചെയ്തു എന്ന് കരുതുന്നു. ആൻഡ് കൺഫ്യൂഷൻസ് ഉള്ളതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി, കറക്റ്റ് ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനായിട്ട്, അടുത്ത ക്ലാസ്സായിട്ട് ഇപ്പോൾ തന്നെ കാണാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ബൈ.